ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സദസ്സ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. KSRTC, സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും 40 റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത്. റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത്, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിന് ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ്സ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. ഗതാഗത സൗകര്യം ഉണ്ടാകുന്നവർക്ക് വണ്ടി വേണം. പക്ഷെ ഗതാഗത സൗകര്യം ഇല്ലാത്തവർക്ക് എന്താ വെച്ചാല് പണ്ടൊക്കെ ഒരു ബസ്സാണ് വരണം. ആ ഒരു ബസ് വന്ന് അടുത്ത ബസ്സിന് കാത്ത് ഇന്ന ബസ് 15 മിനിറ്റ് വരും, ഇന്ന ബസ് ഇത്ര മിനിറ്റ് വരും, 2 സ്റ്റോപ്പ് വരും. അത് മുമ്പത്തെ കാലങ്ങളൊക്കെ. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരുടെ പേരിലും മോട്ടോർ സൈക്കിൾ ഉണ്ട്, എല്ലാവരുടെ പേരിലും ഓട്ടോറിക്ഷ ഉണ്ട്, എല്ലാവരുടെ പേരിലും അത്യാവശ്യം അത് ഏതൊരാളുടെ പേരിലും ഇല്ലാത്തല്ല. അപ്പൊ ഗ്രാമീണ മേഖലയിൽ കൂടി ബസ്സൊക്കെ വരുമ്പോ 6 5 കാറാണ്. ഞാൻ ഈ ഗ്രാമവണ്ടി എറണാകുളം പഞ്ചായത്തില് ഗ്രാമവണ്ടി ഉള്ളു. നല്ല ഒരു റിമോട്ട് ഏരിയ ആ പഞ്ചാബ് ഞാൻ തന്നെ റൂട്ട് ഉണ്ടാക്കി കൊടുത്തി. ബസ്സിന് ആള് കയറണ്ടേ. അപ്പൊ എല്ലാം ഇപ്പൊ ആവേശക്കാരുണ്ടാവും. ബസ് ഉത്സാഹാക്കാൻ കുഴപ്പമൊന്നുമില്ല, കൂടി കണ്ടാൽ മതി. അപ്പൊ ഇതുകൂടി നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാനതിന്റെ നെഗറ്റീവ് ആയിട്ടുണ്ടോ, ഞാനതിന്റെ പോസിറ്റീവും അതിന്റെ നെഗറ്റീവും രണ്ടും ആലോചിച്ചോണ്ടി. P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA മുഖ്യാതിഥിയായിരുന്നു. പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. MVI SP ബിജുമോൻ വിഷയാവതരണം നടത്തി. മലപ്പുറം RDO PA നസീർ സ്വാഗതവും MVAT ഫൈസൽ നന്ദിയും പറഞ്ഞു. A+ വിഷൻ, മലപ്പുറം. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.